നമ്മൾ സ്ത്രീകളുടെ ഇദ്ദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു വരുന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഇദ്ദകാലം പ്രധാനമായി പറയുന്ന ഒന്ന് 3 ശുദ്ധികാലം. ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്താൽ അവൾ പിരീഡ് നിൽക്കാത്ത സ്ത്രീയാണെങ്കിൽ അവർ 3 ശുദ്ധികാലമാണ് ഇദ്ദ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിന് 3 മാസം എന്ന് സാമാന്യേന പറയുമെങ്കിലും 3 ശുദ്ധികാലമാണുള്ളത്. രണ്ടാമത്തേത് 3 മാസമാണ് എന്ന് പറഞ്ഞാൽ പിരീഡൊക്കെ നിന്നതിന് ശേഷം ത്വലാക്ക് ചെല്ലപ്പെട്ട ഒരു സ്ത്രീ 3 മാസമാണ്, അറബ് മാസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, 3 മാസമാണ് ഇദ്ദ ആചരിക്കേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 4 മാസവും 10 ദിവസവും ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ച് 4 മാസവും 10 ദിവസവും. പിന്നീട് ഗർഭിണിയായ ഒരു സ്ത്രീയാണ് വിവാഹമോചനം ചെയ്യപ്പെട്ടതെന്ന് വെക്കുക, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടതാണെന്ന് വെക്കുക. അപ്പോൾ അവരുടെ ഇദ്ദ സമയം പ്രസവം വരെയാണ്. പ്രസവം 2 ദിവസം കൊണ്ട് തീർന്നാലും അതോടുകൂടി ഇദ്ദ അവസാനിച്ചു. 9 മാസം ഉണ്ടെങ്കിൽ ആ 9 മാസം കഴിഞ്ഞതിന് ശേഷം ഇദ്ദ അവസാനിക്കൂ എന്ന് പറഞ്ഞാൽ പ്രസവം എപ്പോൾ നടന്നോ അതോടുകൂടി ഇദ്ദയുടെ കാലം അവസാനിച്ചു എന്നതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ ഈ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി, അതുപോലെ ഇദ്ദ ആചരിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളെ ആരും കാണാനും നോക്കാനും ഒന്നും പാടില്ല എന്ന വിഷയം നമ്മൾ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഒരു ഇരുട്ടുള്ള റൂമിലോ അല്ലെങ്കിൽ ആരും കാണാത്തൊരു സ്ഥലത്ത്, അവർക്ക് ശബ്ദം പുറത്ത് കേൾപ്പിക്കാൻ പാടില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഇദ്ദ ഇരിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ 2 ചിരട്ടയോ പാത്രമോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കാനുള്ള എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് വാതിലിൽ തട്ടുകയോ മുട്ടുകയോ അല്ലെങ്കിൽ പാത്രങ്ങൾ ശബ്ദിപ്പിച്ച് മുട്ടി ഒച്ചയുണ്ടാക്കുകയോ ചെയ്താൽ ആർക്കെങ്കിലും സ്ത്രീകൾക്ക് അവരുടെ അടുത്ത് ചെന്നിട്ട് എന്താണ് കാര്യം എന്ന് തിരക്കാം. ഒരു കാരണവശാലും കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവർ ഈ സ്ത്രീയുടെ അടുത്തേക്ക് പോകാനോ അവരുമായി സംസാരിക്കാനോ അവരുടെ ശബ്ദം അവൾ മറ്റൊരാളെ കേൾപ്പിക്കാനോ ഒരു അന്യപുരുഷനെ കേൾപ്പിക്കാനോ പാടില്ല എന്നൊരു വിശ്വാസവും അതിനനുസരിച്ചുള്ള ചടങ്ങുകളും വളരെ പരിതാപകരമായ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ മുമ്പ് നടന്നിരുന്നു. എന്നാൽ അതിനൊക്കെ ഈ മറ പൊളിച്ച്, ഇരുട്ടിൻ്റെ ഈ നരകത്തിൻ്റെ മറ പൊളിച്ച് അവർക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം നൽകിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ എന്താണ് ഇദ്ദാന്നും എന്താണ് അതിൻ്റെ നിയമങ്ങളും വിലക്കുകളും വിധികളും എന്ന് മനസ്സിലാക്കിയത്. ജാഹിലിയ കാലത്തെ പോലെ അല്ലെങ്കിലും കുറേയൊക്കെ പരിതാപകരമായ സ്ഥിതി നമ്മുടെ മുൻകാലത്തുള്ള സ്ത്രീകൾ ഭർത്താവ് മരണപ്പെട്ട ദുഃഖത്തിൻ്റെ കൂടെ തീരാത്ത ദുഃഖം വരുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും ചില അനാചാരങ്ങൾക്കും അവർ വിധേയമായിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ നമ്മളൊരായത്ത് ശ്രദ്ധിച്ചു നോക്കൂ. ഇദ്ദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സൂറത്തുൽ ബഖറയിലെ 234 പറയുന്നത്, വല്ലദീന യുത്തവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസുന ബി അൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റ. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, 4 മാസവും 10 ദിവസവും ഭർത്താക്കന്മാർ മരണപ്പെട്ട ആളുകൾ കാത്തിരിക്കണം, യുദ്ധകാലമായി ആചരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത്. ഇനി അവിടെ പറയുന്നൊരു പ്രത്യേകമായ കാര്യം അടുത്ത ആയത്തിൽ, വലാ ജുനാഹ അലൈക്കും ഫീമാ അർറലുത്തും ബിഹി മിൻ ഖിത്ബത്തിൻ നിസാഇ ഔ അക്നൻതും ഫീ അൻഫുസിക്കും അലിമല്ലാഹു അന്നക്കും സതദ്കുറൂനഹുന്ന വലാകിൻ ലാ തുഇദൂഹുന്ന സിർറൻ ഇല്ലാ അൻ തഖൂലു ഖൗലൻ മഅറൂഫാ വലാ തഅസിമു ഉഖ്ദത്തൻ നിക്കാഹി ഹത്താ യബ്ലുഗൽ കിതാബു അജലഹു വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസിക്കും ഫഹ്ദറൂഹു വഅലമു അന്നല്ലാഹു ഗഫൂറുൻ ഹലീം. ഇതിൻ്റെ അർത്ഥം ശരിക്ക് ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മുടെ ചെറിയ മുണ്ടത്തിൻ്റെ പരിഭാഷയിൽ നിന്നാണ് ഞാനിത് വായിക്കുന്നത്. ഇദ്ദയുടെ ഘട്ടത്തിൽ ആ സ്ത്രീകളുമായിട്ടുള്ള വിവാഹാലോചന എന്ന് പറഞ്ഞാൽ ഇദ്ദ ഇരിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ നിങ്ങൾ വ്യംഗ്യമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അവരെ നിങ്ങൾ ഓർത്തേക്കുമെന്ന് അള്ളാഹുവിനറിയാം.
പക്ഷേ നിങ്ങൾ അവരോട് മര്യാദയുള്ള വല്ല വാക്കും പറയുക എന്നതല്ലാതെ, കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ അവരോട് മര്യാദയുള്ള വല്ല വാക്കും പറയുക എന്നതല്ലാതെ മറ്റു പുരുഷന്മാരെ പറ്റിയിട്ട് അവരെ വിവാഹം ചെയ്യാൻ മനസ്സിൽ വിചാരിക്കുന്ന പുരുഷൻ അവളോട് ചെന്ന് സംസാരിക്കുന്ന വിഷയമാണ് അള്ളാഹ് ഈ പറയുന്നത് കേട്ടോ. രഹസ്യമായി അവരോട് യാതൊരു നിശ്ചയവും ചെയ്തു പോകരുത്. ആര്? ഈ പുരുഷന്മാർ അവളോട് ചെന്ന് സംസാരിക്കുമ്പോൾ, വിവാഹം ഉദ്ദേശിക്കുന്ന ആണുങ്ങളെ അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് മര്യാദ കെട്ട ഒരു സംസാരവും ചെയ്തു പോകരുത്, വേറെ ഒന്നും നിശ്ചയിച്ചു പോകരുത്. എന്നിട്ട് ബാക്കി പറയാം. നിയമപ്രകാരമുള്ള അവധി എന്ന് പറഞ്ഞാൽ ഇദ്ദ പൂർത്തിയാകുന്നത് വരെ വിവാഹമോചിതയുമായി വിവാഹബന്ധം സ്ഥാപിക്കുവാൻ വിവാഹമുക്തയുമായി വിവാഹബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കരുത് എന്ന് പറഞ്ഞാൽ, വിവാഹബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നിക്കാഹ് നടത്താൻ പാടില്ല. ഉഖ്ദത്തുൻ നിക്കാഹ് പാടില്ല. നിങ്ങളുടെ മനസ്സിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അവനെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന്മാർക്ക് അവളെ കാണാമെന്നും അവളോട് സംസാരിക്കാമെന്നും അവളുമായിട്ട് നല്ല രൂപത്തിൽ നല്ല മര്യാദയോടുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോരാമെന്നും അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. എന്നാൽ നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഉഖ്ദത്തു നിക്കാഹ് നടത്തുകയോ അത്തരം കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത് അള്ളാഹു വിലക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം, ഇദ്ദ ആചരിക്കുന്ന സ്ത്രീക്ക് അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല എന്നൊരു നിയമം പുതുതായി അവർക്ക് വന്നു ചേരുന്നില്ല. മുമ്പ് ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ആളുകളെ കാണാൻ എന്തെല്ലാം മര്യാദകൾ പാലിക്കേണ്ടതുണ്ടോ അതേ മര്യാദകൾ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകൾക്കും ബാധകമാണ് എന്നേ ഉള്ളൂ. അല്ലാതെ ഭർത്താവ് മരണപ്പെടുന്നതോടുകൂടി അവർക്ക് പിന്നെ വേറെ പുരുഷന്മാരെ 4 മാസവും 10 ദിവസവും കാണാൻ പാടില്ല. 4 മാസവും 10 ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ആരുമായും കാണാം, സംസാരിക്കാം എന്ന അവസ്ഥയിൽ ഇസ്ലാമിൽ ഒരു നിയമമില്ല എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ആയത്താണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം, വിവാഹകാര്യം പറയാം, ഇദ്ദൻ്റെ സമയം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് സാമാന്യേന മര്യാദയുള്ള വർത്താനമൊക്കെ പറഞ്ഞു വന്ന് ഈ യുദ്ധകാലം കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് നിക്കാഹ് നടത്തുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് നിക്കാഹ് പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിലെ നിയമങ്ങൾ ഇത്ര ലഘുവാണ്, എളുപ്പമാണ്, ആളുകൾക്ക് സൗകര്യമുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കിയാലും മരണപ്പെടുന്നതോടുകൂടി അവരൊരു മറക്കകത്തേക്ക് നീങ്ങുകയും എന്നിട്ട് അവർക്ക് വെള്ള നിസ്കാരക്കുപ്പായവും വെള്ള മുഖമക്കനയും കൊടുക്കുകയും പിന്നീട് അവരെ ഒന്ന് കാണാനോ അവരോടൊന്ന് സംസാരിക്കാനോ എന്തെങ്കിലും കുശലം പറയണം എന്ന് വിചാരിക്കുന്ന അവരെ പരിചയമുള്ള ഏതെങ്കിലും ബന്ധുക്കളോ കുടുംബക്കാരോ സുഹൃത്തുക്കളോ വന്നാൽ അവരെ തടയുകയും അവർ ഇദ്ദയിലാണ് അതുകൊണ്ട് പ്രവേശിച്ചു പോകരുത് എന്നിട്ട് എല്ലാ ചെറിയ കിളിവാതിലും അടക്കം കൊട്ടിയടക്കുകയും ചെയ്യുന്ന പരിപാടി നമ്മൾ ജാഹിലിയത്തിലല്ലെങ്കിലും അതിനോട് സാമ്യമുള്ള ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കുക. 2, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇത് അനുവദിച്ചു എന്നതിൻ്റെ അർത്ഥം എല്ലാവരോടും കൊഞ്ചിക്കുഴഞ്ഞും പാട്ടുപാടിയും അണിഞ്ഞൊരുങ്ങിയും ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ സംസാരിച്ചും നല്ലതല്ലാത്ത കാര്യങ്ങൾ പറയുകയും അത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും ഇതൊന്നും അനുവദിക്കപ്പെട്ട കാര്യമല്ല. അത് ഇദ്ദ അല്ലാത്ത പെണ്ണുങ്ങൾക്കും ഇദ്ദ ഉള്ള പെണ്ണുങ്ങൾക്കും, അത് ഇദ്ദയിലുള്ള പെണ്ണുങ്ങൾക്കും നിരോധിക്കപ്പെട്ടു എന്നർത്ഥം. അതിനാൽ ഇത് നീട്ടിപ്പരത്തി പറയല്ല, ഈ കാര്യങ്ങൾ ഭംഗിയായി പാലിക്കപ്പെടേണ്ടതാണ്. ആവർത്തിച്ചു പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളാണിത്. ഈ അതിർവരമ്പുകൾ ഇല്ലാതെയാക്കാനോ അതിന് പരിധി ലംഘിക്കാനോ പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് ആവർത്തിച്ചു പറയുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിർബന്ധിതാവസ്ഥയും ദീനിലില്ല. ദീൻ എന്ന് പറയുന്നത് ഇന്നമാ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങൾക്ക് അള്ളാഹു പ്രയാസവും ഞെരുക്കവും ഉണ്ടാക്കുന്നില്ല, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അള്ളാഹു തആല
നമ്മുടെ പ്രകൃതിക്കനുസരിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ, നമ്മുടെ പ്രകൃതം എന്താണ് എന്ന് അള്ളാഹുവിനറിയാം. അതിനനുസരിച്ചുള്ള നിയമങ്ങളാണ് ഇസ്ലാമിക നിയമങ്ങൾ. അത് ഭംഗിയായും വൃത്തിയായും പാലിക്കുന്നതോടെ ഒരാൾ നല്ല മുസ്ലിമായിത്തീരുന്നു, നല്ല വിശ്വാസിയായിത്തീരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും നല്ല ഒരു ദീനിൽ നമ്മളെയൊക്കെ ആക്കി തീർത്തതിന് അവന് നന്ദി കാണിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് നല്ല മുസ്ലിങ്ങളായി ജീവിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും അള്ളാഹു അവനിഷ്ടപ്പെടുന്ന വിധം ജീവിച്ച് സത്യവിശ്വാസികളായി മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. കഠിനമായ നരകശിക്ഷയിൽ നിന്നും അവൻ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പോൾ ഉരുണ്ടുകൂടിയിട്ടുള്ള ഈ യുദ്ധഭീതിയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ദുരിതങ്ങളും അല്ലാഹു തആല പെട്ടെന്ന് ശമിപ്പിക്കുകയും യുദ്ധത്തെ കെടുത്തിക്കളയുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഫിത്നകൾ വന്നു കയറാതിരിക്കാനുള്ള കാവലായി അല്ലാഹു അവൻ നമ്മളെ സംരക്ഷിക്കുകയും അവൻ നമ്മളെ പരിരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. എല്ലാ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ചു മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.